ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഡെയിലി ലൈഫിൽ എല്ലാവരും ഒരുപാട് ആളുകളെ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? എന്നാൽ പുരുഷന്മാര് സ്ത്രീകളെ കാണുമ്പോൾ അവരുടെ ബിഹേവിയർ, അതായത് അവരുടെ പെരുമാറ്റമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇത്തരത്തിൽ പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ ബിഹേവിയർ എന്തൊക്കെയാണ് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കൈൻഡ്നെസ് ആണ്. അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ ഉള്ള ഒരു മനസ്സുള്ള ഒരു പെൺകുട്ടി. ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുക, അവരുടെ വിഷമങ്ങളിലൊക്കെ പങ്കുചേരുക, അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഇത്തരത്തിൽ പെരുമാറുന്ന പെൺകുട്ടികളെ ഒക്കെ തന്നെ എല്ലാ പുരുഷന്മാർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോൺഫിഡൻസ് ആണ്. അതായത് എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യം തൻ്റെടോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പുരുഷന്മാരും നിങ്ങളെ ശ്രദ്ധിക്കും. കാരണം എന്ത് പ്രശ്നമുണ്ടായാലും വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിൽ നിന്ന് സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പുരുഷന്മാരും നിങ്ങളെ ശ്രദ്ധിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് എല്ലാ കാര്യവും വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് മറ്റുള്ളവരോട് പറയാനും അത് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ. അതായത് നിങ്ങൾ സ്ത്രീകൾ പറയുന്ന കാര്യം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾ നല്ല രീതിയിൽ അവരോട് സംസാരിക്കുന്നുണ്ടോ, എങ്ങനെയാണ് നിങ്ങൾ അവരോട് സംസാരിക്കുന്നത്. ചിലരുണ്ട് ഈ പ്രായമായവരോടൊക്കെ ഭയങ്കര കാമായിട്ട് കൂളായിട്ടൊക്കെ സംസാരിക്കുന്നവർ. അതായത് ഈ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും ചില ആളുകൾക്കൊക്കെ ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരെ മാക്സിമം ഒരു കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന പെൺകുട്ടികൾ. ഇങ്ങനെയൊക്കെ എല്ലാവരോടും നല്ല രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ എല്ലാ പുരുഷന്മാരും നിങ്ങളെ ശ്രദ്ധിക്കും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, പ്ലേഫുൾനെസ്. അതായത് കുഞ്ഞു തമാശകൾ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ ചിരിപ്പിക്കാറുണ്ടോ. ചിലരുണ്ട് എന്ത് കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കും. അവർക്കങ്ങനെ കോമഡിന്നോ അങ്ങനെ തമാശ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ തമാശകളും കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യില്ലാത്ത പെൺകുട്ടികളെ പൊതുവെ പുരുഷന്മാർക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. മറിച്ച് എല്ലാ കാര്യം ഒരു കോമഡി അല്ലെങ്കിൽ ഒരു തമാശ പറയുമ്പോഴത്തേക്കും അതൊരു തമാശയായിട്ട് അംഗീകരിച്ചിട്ട് ചിരിക്കുന്ന ഒക്കെ പെൺകുട്ടികളുണ്ടല്ലോ, ഇങ്ങനെ നന്നായിട്ട് ചിരിക്കുന്ന പെൺകുട്ടികൾ. അങ്ങനെയുള്ള പെൺകുട്ടികളെ എല്ലാ പുരുഷന്മാരും ശ്രദ്ധിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, റെസ്പെക്റ്റ് ആണ്. അതായത് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ. നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ ബഹുമാനിക്കാറുണ്ടോ. ചില പെൺകുട്ടികളുണ്ട്, പൈസയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അവർ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കും. അവരുടെ ഈ പൈസ ഒന്നുമില്ല, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിൽ അധികം പൈസയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒട്ടും ബഹുമാനം കൊടുക്കാതെ തറുതല മാത്രം പറയുന്ന പെൺകുട്ടികളുണ്ട്. അതിപ്പോൾ അവരുടെ പേരൻസിനോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാതെ സംസാരിക്കുന്ന പെൺകുട്ടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു പുരുഷന്മാർക്കും നിങ്ങളെ ഇഷ്ടപ്പെടത്തില്ല. മറിച്ച് എല്ലാവർക്കും, അതായത് ഇപ്പം പൈസ, അങ്ങനെ ചിലരുണ്ട് പൈസ നോക്കി അല്ലെങ്കിൽ കളറ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബഹുമാനം കൊടുക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ നോക്കി ജോബ് നോക്കി ഇങ്ങനെ മാത്രം നോക്കിയിട്ട് നിങ്ങൾ റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്ന പെൺകുട്ടികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു പുരുഷന്മാർക്കും ഇഷ്ടപ്പെടത്തില്ല. മറിച്ച് എല്ലാവർക്കും ബഹുമാനം കൊടുത്ത് ബഹുമാനത്തോടെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്തേക്കണേ. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല,
ഇൻ്റലിജൻസ് ആണ്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും നിങ്ങളുടേതായ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഇങ്ങനെ അത്യാവശ്യം ബുദ്ധിയോടുകൂടി സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പുരുഷന്മാർക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടും. ചിലരുണ്ട് ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യും, എന്നിട്ട് പോയ കാര്യങ്ങൾ, അതായത് കണ്ട പ്ലേസ്, അവിടെ കണ്ട ആളുകൾ, കൾച്ചർ കാര്യങ്ങൾ എല്ലാം ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുന്നവർ. ഇങ്ങനെ ഓർത്തോർത്ത് ഷെയർ ചെയ്യുക, അങ്ങനെ അതും കമ്മ്യൂണിക്കേഷൻ വരുന്നതാണ്. ഇങ്ങനെയൊക്കെ ഉള്ള പെൺകുട്ടികൾ എല്ലാ പുരുഷന്മാർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഇനി ഏഴാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഏഴാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സെൻസ് ഓഫ് ഹ്യൂമറാണ്. അതായത് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെയൊക്കെ ചിരിപ്പിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പുരുഷന്മാർക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അതായത് തമാശകളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും കുറച്ച് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എല്ലാവരും അവരുടെ വിഷമങ്ങളൊക്കെ മറന്ന് ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചിരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളെങ്കിൽ, അതായത് തമാശകളൊക്കെ പറയുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പുരുഷന്മാരും നിങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ഏഴാമത്തെ കാര്യം. അപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് സ്വയം വിലയിരുത്തുക. നമ്മുടെ ഈ ഒരു ചാനൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.